സാറിനോട് ഇത് പറഞ്ഞാലോ? വേണ്ടേ, കുഴപ്പമാവൂ? പറഞ്ഞേക്കാം. ഓ ഇയാളെ കൊണ്ട്. ഹലോ ചേട്ടാ, ഞാൻ ഇന്ന് ഇട്ടേക്കാം, എനിക്ക് കുറച്ച് സമയം എന്താ? ഹലോ സാർ, ഹണിയുടെ കെണി ഞാൻ കണ്ടു, അടിപൊളിയാണ്. എൻ്റെ സീൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നത് എന്ത് പക്കയായിട്ടാന്ന് അറിയൂ. എൻ്റെ പൊന്നെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ സിനിമ എന്തായാലും കത്തും, എനിക്ക് 100% ഉറപ്പാണ്. ഈ BGF ഒക്കെ തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് ചാപ്റ്ററിലായിരുന്നു. ഫസ്റ്റ് ചാപ്റ്ററൊക്കെ നമുക്കായിരുന്നു കിട്ടിയത്. നമ്മളിപ്പോൾ 15ാമത്തെ ദിവസം റിനോവേഷൻ ചെയ്തേച്ച് വന്നെന്നുള്ളേ ഉള്ളൂ. മനസ്സിലായോ? സാധനമൊക്കെ ആദ്യം വന്നു, ആദ്യം പൊളിയായിരുന്നു. ആദ്യം സെഷന് മുന്നേ നമ്മുടെ മറ്റേ ശ്രേയാസ് ആയിരുന്നല്ലോ ഈ നായകൻ അതിനകത്ത് വെച്ച്. നമ്മുടെ ഇവിടെ നേരത്തെ കാസ്റ്റിംഗ് ഒക്കെ ചെയ്ത് കൊടുത്തത്. പുള്ളി മറ്റേ വേണ്ടല്ല കട ഇട്ടോണ്ടിരിക്കുമായിരുന്നു, അവിടുന്ന് ഞാൻ കാസ്റ്റ് ചെയ്ത് കൊടുത്തായിരുന്നു പുള്ളി അതിനകത്ത്. അങ്ങനെയാണ് CGF വന്നത്. അവൻ്റെ ഒരു സമയം ഇപ്പോൾ വിളിക്കുവാന്ന ടൈമൊന്നും ഇല്ലെന്ന്. അളിയാ 3ലേക്ക് കിടക്കുവാന്നൊക്കെ പറയുന്നു. നല്ലൊരു അഭിമാനമല്ലേ നമ്മുടെ ഇവിടുന്ന് ഒരു കാസ്റ്റിംഗ് കമ്പനി എന്നൊക്കെ ചെയ്തു. കാസ്റ്റിംഗ് മാത്രമല്ല, എഡിറ്റിങ്, കട്ടിങ്, പിന്നെ ചോപ്പിങ്, പിന്നെ കറി വെക്കുന്നത്, അല്ല പിന്നെ ഇത് ഡിസ്ട്രിബ്യൂഷന് എല്ലാം ഇവിടുന്ന് തന്നെയാണ് ചെയ്യുന്നത്. നിനക്ക് ഞാൻ പറയുന്ന വല്ല മനസ്സിലാവുന്നോണ്ടാണല്ലോ കേട്ടോണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളാണെങ്കിൽ പല വർക്കുകളും ചെയ്യും. അത് നമ്മൾ ക്രോർസ് ആൻഡ് മില്യൺസ് വർക്ക് ഉണ്ട്. ഓക്കെ അല്ലേ റംദാസ്? നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് പുള്ളിക്കാരി എടുത്ത് ചോദിച്ചാൽ അവളാണ് പാംപ്ലെറ്റ്. നമ്മളെ ആ പാംപ്ലെറ്റ് 250 പേജിലൊന്ന് കൊടുത്തത് കേട്ടോ. ഓംലെറ്റ് അല്ല പാംപ്ലെറ്റ്. പിന്നെ ഞാനെന്ത് ചെയ്യാൻ, റിച്ച് ആയിപ്പോയി. ഇപ്പം ഞാൻ ഇന്നലെ ആണെങ്കിൽ പോലും നമ്മുടെ ബെഡിന് എന്തോ പറ്റിയപ്പോഴത്തേക്ക് ഞാൻ അതിനകത്തിട്ടേക്കായിരുന്നു ഒരു 500 40 കെട്ട്. അതെടുത്ത് മാറ്റാൻ നോക്കിയപ്പോഴത്തേക്ക് 4 എലി. ഞാൻ വിചാരിച്ചത് എലി മൊത്തം തിന്നോട്ടെന്ന്. എന്നോട് പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ട്. എലി എത്ര നോട്ട് തിന്നെന്ന് അറിയുന്നുണ്ട്? എലി മൊത്തം 372 നോട്ടാണ്. പ്രധാനമന്ത്രി പണ്ട് നമ്മുടെ വെണ്ണലായിരുന്നു ബാങ്ക്. വെണ്ണലെന്ന് പറഞ്ഞ് ഇനി പ്രശ്നമായോ? ചളിക്കോട്ടം പറഞ്ഞാൽ മതിയായിരുന്നു അറബിയിൽ. അപ്പൊ ശരി എന്നാ ബ്രോ, മറ്റേ മെഷീൻ വന്നിട്ടുണ്ട്, പൈസ എണ്ണോളാം. പൈസ കിട്ടിയില്ല. പൈസ ഞാൻ അക്കൗണ്ടിൽ തരാം, അയച്ചേക്കാം. വിശ്വസിച്ച ഡൗട്ട് തോന്നി കാണും. ഏയ് കാണും. ഇപ്പൊ എന്തിനാ വിളിക്കുന്നേ? ഹലോ. എന്നാലും എന്റെ അളിയ, നീ ഇതെങ്ങനെ ഒപ്പിച്ച്? നമ്മള് സിനിമക്കാരല്ലേ, നമ്മളല്ലേ പിന്നെ. എന്നാലും അവര് കുറ്റവാളികളാണെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? കുറ്റം? ഏത് കുറ്റം? എടാ, മറ്റേ സിനിമ എത്തിയിടുന്നവരെ നീ പിടിച്ച് പോലീസ് കൊടുത്തെന്ന് ടിവിയിലുണ്ടല്ലോ. ആരാ? നീ ആ ന്യൂസ് ഒന്ന് നോക്കിക്കേ. പിന്നെ നമ്മുടെ സിരകളിൽ ഓടുന്ന തന്നെ സിനിമയല്ലേ, അപ്പം നമ്മൾ ചെയ്തില്ലേ പിന്നെ ആര് ചെയ്യും? മലയാള സിനിമ എന്ന് കേട്ടാൽ തിളക്കണം ചോര നമ്മുടെ ഞരമ്പുകളിൽ. പിന്നെ അല്ലാതെ സത്യം പറ, ഈ CBI CID എന്നൊക്കെ പറയുന്നത് നീ തന്നെയല്ലേ? അങ്ങനല്ലടാ, ഇത് നമുക്കൊരു നേരത്തെ ആഹാരം കഴിക്കാൻ ഇവിടുന്നാണല്ലോ അരി കിട്ടുന്നേ. അപ്പൊ അത് നമ്മൾ അങ്ങനെ സംരക്ഷിക്കണമെന്നല്ലേ? ഇത് കണ്ടപ്പോ ഞാനങ്ങ് ഷോക്കായി പോയി. ക്വൈറ്റ് നാച്ചുറൽ. ഓക്കെ. നിനക്ക് ഇങ്ങനെ ഒരു കാലിബർ ഉണ്ടായിരുന്നു? പിന്നെ ഓഫ് കോഴ്സ്, ഇതിന്റെയൊക്കെ കോഴ്സ് ഞാൻ 6 മാസം ചെയ്തിട്ടുള്ളല്ലേ, സൈബർ സെക്യൂരിറ്റിന്ന്. അത് തന്നെ. നീ ആ കോഴ്സിന്റെ ലിങ്ക് എനിക്കൊന്ന് അയക്കണേ. അത് വെണ്ണല ജംഗ്ഷനിലുണ്ട്, അവിടെ ചെന്ന് പറഞ്ഞാൽ മതി എന്റെ പേര്. ചെലവുണ്ടോ? പിന്നെ ഞാനല്ലേ പിന്നെ ആര് ചെലവ് ചെയ്യാനടാ. ഇനി ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി വേറെ കേസുകളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ബ്രിട്ടനിലോട്ടോ വല്ല ഇനി എന്നെ വല്ല CIDs ആയിട്ട് പറഞ്ഞു വിടുമായിരിക്കും, രാംദാസിൻ്റെ കൂടെ വല്ലതും. ഞാനിവിടെ കാണത്തില്ല ആ ടൈമിൽ. നീ വേണം ഇവിടെ എല്ലാം ഒന്ന് മാനേജ് ചെയ്യാൻ കേട്ടോ. ഞാൻ ബിസി ആയിരിക്കും, എനിക്കൊരു ഷെങ്കൻ വിസയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. എവിടെ നീ ഞാൻ പിടിച്ചെന്ന്? ഈ പൊട്ടൻ ഇതുണ്ടോ ഈ പറയുന്നേ? ഇവിടെ പണിക്ക് വന്നവന്മാരില്ലേ? ഹലോ ചേട്ടാ, ഞാൻ രാംദാസിന്റെ മോളെ ഇവിടെ വന്നല്ലോ. അവന്മാരില്ലേ എഡിറ്റർമാര്, അവന്മാര് ഫ്രോഡുകൾ വന്ന്. അതെനിക്കറിയാം. അല്ല, അതെങ്ങനെ അറിഞ്ഞു? അവന്മാരെന്തൊക്കെ എഡിറ്റ് ചെയ്ത് മറ്റേ ഇന്റർനെറ്റിലൊക്കെ കയറ്റി പൈസ പഠിക്കുന്നുണ്ടായിരുന്നു. ആണോ? ഇപ്പൊ എന്തായി? എവിടെ? ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല, എന്നോട് തിരിച്ചു പറയാനാണോ ഞാൻ നിന്റെ അടുത്ത് വന്നിരിക്കുന്നേ? അല്ല, എന്ത് ഞാൻ കണ്ടില്ല. അതൊന്നും അറിയത്തില്ല, അവന്മാരൊന്നും കണ്ടില്ല. അവന്മാരിപ്പോ പോലീസ് പിടിച്ച അവസാനം ക്രെഡിറ്റ് ഒക്കെ എനിക്ക് കിട്ടിയെന്ന്. ചേട്ടനാണോ പിടിച്ചു കൊടുത്തവരെ? നമ്മുടെ സ്ഥാപനത്തിനായിരുന്നു. പിന്നെ ഞാൻ നമ്മുടെ അരിയും മണ്ണെണ്ണ എല്ലാം ഇത് സിനിമ നാന്നല്ലോ മേടിക്കുന്നേ. അപ്പോ ഞാനതങ്ങനെ കൊടുത്തതാണ്. എന്തായാലും ഇപ്പൊ ലാഭമായില്ലേ? സ്ഥാപനത്തിനൊരു പേരായി. അതെ. പേരെല്ലാം മാറും.
എല്ലാം സുബു ചേട്ടൻ്റെ ഭാഗ്യം. ഉം. എനിക്കും ഗുണമുണ്ടാവും. അതെ, എനിക്കും ഗുണമുണ്ടാവണം. എന്തായാലും ഇമാരെന്തായിരിക്കും അല്ലേതായിരിക്കും ഡിറക്ഷൻ, ക്യാമറ വർക്ക്, എഡിറ്റിങ്, സൗണ്ട്, എൻ്റെ മോനെ ഒരു രക്ഷയില്ല. പിന്നെ നിങ്ങളുടെ ഡിറക്ഷൻ, ബ്രില്യൻസ്, ആ ബ്രില്യൻസിന് നാട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കണം, മനസ്സിലായോ? ഞാൻ പറയുന്ന സ്ഥലത്ത് ഞാൻ പറയുന്ന എമൗണ്ട് എനിക്ക് എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ഇന്നോട്ട് രാത്രി എയറിലാണ്. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വിളിച്ചറിയിക്കും. ആ സ്ഥലത്തേക്ക് എത്ര എമൗണ്ട് എത്തിക്കാൻ പറ്റുമെന്ന് പറഞ്ഞോ അത്ര എമൗണ്ട് എത്തിക്കുക. ഹലോ, ഓ, അപ്പൊ ഇതാണല്ലേ പരിപാടി. ശരിയാക്കി തരാം. അതെ, സാറിന്റെ ഫിലിമിന്റെ കുറച്ച് ഭാഗങ്ങളായിട്ട് ഇവിടെ 2 പേര് വന്നിട്ടുണ്ട്. പേടിക്കാനൊന്നുമില്ല. ഞങ്ങളുടെ സുബ്ബു സാറ് അത് നൈസായിട്ട് ആ ഹാർഡ് ഡിസ്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് എൻ്റെ ബോസ് ഞങ്ങളുടെ ഓഫീസിലോട്ടാണല്ലോ വന്നേ. അപ്പൊ അവർ 2 പേരുടെയും ഇന്ന് ഹാർഡ് ഡിസ്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഞങ്ങള്. അതിപ്പോ സേഫാ. അതിപ്പോ സേഫായിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ സാർക്ക് ഹാർഡ് ഡിസ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ എമൗണ്ട് തന്നേ പറ്റൂ. എത്ര രൂപ തരേണ്ടി വരുമായിരിക്കും? ഹാർഡ് ഡിസ്ക് ആണ്, ഫിലിമാണ്. സാർക്കത് ഫിലിം ഇറങ്ങുന്നതിന് മുന്നേ പുറത്ത് പോകരുത് എന്നാണെങ്കിൽ ഒരു 30,000 എങ്കിലും വേണ്ടി വരും. 30,000 ഉള്ളൂ? അത് തരാം. ആണോ? എന്റെ പൊന്നു മോളെ, ആ സിനിമ ലീക്ക് ആകാതെ നോക്കണം. പിന്നെ അവന്മാരെ വിടല് കേട്ടോ. ഒട്ടും പേടിക്കണ്ട, ഞങ്ങളുടെ സുബ്ബു സാറിൻ്റെ കയ്യിൽ ഫുൾ സേഫ് ആണ്. സാർ ഒട്ടും പേടിക്കണ്ട, അത് ഞങ്ങൾ ഹാൻഡിൽ ചെയ്തോളാം. സാർ ആ ക്യാഷ് മാത്രം ഇന്ന് പറ്റുമെങ്കിൽ ഇപ്പം തന്നെ ഇടാം. ഞാൻ ഇപ്പം തന്നെ എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് അയച്ചിടാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിനുള്ളിലെങ്കിലും ഇട്ടാൽ മതി, ഒരു 5:30 മുന്നായിട്ട്. ഓക്കെ ഓക്കെ, സെറ്റ്. ഇപ്പം തന്നെ ഇട്ട് സെറ്റ്. എല്ലാം ദൈവത്തിൻ്റെ ഒരു വികൃതികളെ. എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. എടി, ഒരു ചായ കൊണ്ട് തരാൻ പറയണേ. ആ, പറയാം. എന്നാലും എങ്ങനെ ആയിരിക്കും?